ഞാൻ ഹീലർ സാദിഖ്. എൻ്റെ കഴിഞ്ഞ ത്വക്ക് രോഗത്തെക്കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ട് തുടയിടക്കിൽ ചൊറിച്ചിൽ മാറ്റാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ച് കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവർക്കും ടീനേജിൽ വരുന്ന ഒരു അസുഖമാണത്. എന്നാൽ ചിലർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ, അത് നീണ്ടു പോകാറുണ്ട്. ഒരു 40-50 വയസ്സിന് ശേഷവും ഇത് വരാറുണ്ട്. അപ്പൊ അത് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? കാരണം മരുന്നുകൾ തേക്കുമ്പോൾ മാറുന്നു, പിന്നെയും വരുന്നു. ഒരുപാട് കാരണങ്ങളുണ്ടായിന്. അതിൽ ഏറ്റവും പ്രധാന കാരണം ഹൈജീൻ അല്ലാത്തതാണ്. നമ്മളെപ്പോഴും ഹൈജീനായി സൂക്ഷിക്കുക. അതായത് യൂറിനേറ്റ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ പാടില്ല, അത് കളഞ്ഞേക്കുക. അതൊരു വിസർജ്യമാണ്, ശരീരത്തിൽ കെട്ടിക്കിടക്കേണ്ടതല്ല. പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് അവർ പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും പോയി കാര്യം സാധിക്കും. പക്ഷെ സ്ത്രീകള് അത്തരത്തിലുള്ള അവസരം അവർക്ക് കിട്ടാറില്ല. എവിടെയെങ്കിലും സേഫായ ഒരു സ്ഥലം കിട്ടിയാൽ മാത്രമേ അവർ അതിനു വേണ്ടി നോക്കുള്ളൂ. വെള്ളം പോലും കുടിക്കാണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം പുറത്തു പോയാലും മൂത്രമൊഴിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ധാരണയിൽ ഒരിക്കലും നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. കാരണം പബ്ലിക് ടോയ്ലറ്റുകളുണ്ട്, ഒട്ടനവധി സൗകര്യങ്ങൾ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് എല്ലാവർക്കും ഉള്ള മടി അവിടെ ചെന്നാൽ വൃത്തികേടായിരിക്കും എന്നുള്ളതാണ്. അതാണ് എല്ലാവരും മടിയുന്നത്. പക്ഷെ നിർബന്ധമായിട്ടും ഷുഗർ ഉള്ള സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കാരണവശാലും അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പാടില്ല. കൂടുതൽ ഇൻഫെക്ഷൻസ്, കാരണം മൂത്രത്തിന് മധുരത്തിന്റെ അംശം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബാക്ടീരിയയുടെ അളവ് കൂടും. ജെനിറ്റൽ ഏരിയയിൽ ചൊറിച്ചിൽ വന്നാൽ ഒരു കാരണവശാലും അത് പോകില്ല. അതുകൊണ്ട് മൂത്രശങ്ക തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഒഴിച്ച് കളയണം. ഒരു ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല, ആർക്കും പാടില്ല. പക്ഷെ ഷുഗർ ഉള്ളവർക്ക് കൂടുതലായിട്ടും. നമ്മളൊരു പബ്ലിക് ടോയ്ലറ്റിൽ പോയാൽ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഞാൻ പറയാം. കാരണം നമ്മളൊന്ന് ന്യൂസ് പേപ്പറോ കുറച്ച് ടിഷ്യൂ പേപ്പറോ ഒന്ന് നമ്മുടെ ബാഗിൽ കരുതി വെക്കുക. യാത്രകൾ പോകുമ്പോൾ പെട്രോൾ പമ്പിൽ കയറിയാലോ മറ്റുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ കയറിയാലോ ആ ന്യൂസ് പേപ്പർ ഒന്ന് അതിന്റെ മുകളിലിട്ടിട്ട്, യൂറോപ്യൻ ക്ലോസറ്റ് ആയിരിക്കും മിക്കവാറും എല്ലായിടത്തും ഉള്ളത്, അപ്പൊ ഒന്ന് ആ പേപ്പർ അതിന്റെ മുകളിലിട്ട് നടുക്കൊന്ന് കീറിയാൽ മതി. അപ്പോൾ നമുക്ക് ആ ടച്ച് ആവില്ല അവിടെ കൊണ്ടിട്ട്. യൂറിൻ പാസ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് ഇന്നർ വെയർ ഇടുന്നതിന് മുന്നേ നമ്മൾ ആ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം നനവോടുകൂടി, ഈർപ്പത്തോടുകൂടി ഇന്നർ വെയർ ഇടാൻ പാടില്ല. അതും ബുദ്ധിമുട്ടിക്കും. നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും കുളി കഴിഞ്ഞ് വന്നാലും അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ വൈപ്പ് ചെയ്ത് ഡ്രൈ ആയിരിക്കണം. ഒരിക്കലും വെറ്റോടുകൂടി ഇടാൻ പാടില്ല. ഇത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൂടാതെ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇന്നർ വെയറുകൾ ഉപയോഗിക്കാതിരിക്കുക. അടിവസ്ത്രം വേണ്ട. നന്നായിട്ട് എയർ പാസിങ് ഉണ്ടായിക്കോളും. രാത്രി കിടക്കുമ്പോൾ ഒരല്പം ആര്യവേപ്പിന്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം അതുകൊണ്ടൊന്ന് കഴുകിയതിന് ശേഷം കിടക്കുകയാണെങ്കിൽ കുറെ കൂടി ബെറ്ററാണ്. നേരം വെളുത്ത് കുളി കഴിഞ്ഞതിന് ശേഷം ഒരല്പം കറ്റാർവാഴ ജെല്ല് നമ്മുടെ തുടയിടുക്കിൽ ഒന്ന് തേച്ച് വെച്ചാൽ അത് അസൽ ഒരു ആന്റി ബാക്ടീരിയ ആണ്. അത് വളരെയധികം നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുള്ളൂ. അങ്ങനെ നമ്മളൊന്ന് ഹൈജീനായിട്ട് സൂക്ഷിക്കുക. ഒപ്പം ഇത്തരം ചെറിയ വിദ്യകളും കൂടെ ചെയ്താൽ, ഗ്ലിസറിൻ സോപ്പ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കുക. വെയിലില്ലാതെ മഴയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അയൺ ചെയ്ത് ഉപയോഗിക്കുക. നല്ല ഹീറ്റോടുകൂടി തന്നെ അയൺ ചെയ്ത് ശരിക്ക് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. കാരണം ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു കാര്യത്തിൽ തന്നെ ഉണ്ടാവും. കുറെ കെമിക്കൽ തേച്ചിട്ട് ഒരു കാര്യമില്ല. താങ്ക് യു.